നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റോമർ 6-ാം അധ്യായമാണ്. സത്യം പറഞ്ഞ സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ ഇതൊന്ന് മാറ്റിമറിക്കും. പിന്നെ ഒരുപാട് പേർക്കൊരു സംശയമുണ്ട്, പാപവും ദൈവത്തിന്റെ കൃപയും തമ്മിൽ എന്താണ് ബന്ധം? ആ ഒരു വലിയ ചോദ്യത്തിന് പൗലോസ് ഇവിടെ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അതിലേക്ക് തന്നെ കടക്കാം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മളെ എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. പൗലോസ് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ കൃപ ഇങ്ങനെ കൂടിക്കൂടി വരാൻ വേണ്ടി നമ്മൾ കൂടുതൽ പാപം ചെയ്യണമെന്നാണോ അതിന്റെ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ദൈവം എന്തായാലും ക്ഷമിക്കുമല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ജീവിച്ചുകൂടെ? ഇതൊരു വലിയ ചോദ്യമല്ലേ? ഈ അധ്യായം മുഴുവൻ ഈയൊരു ചോദ്യത്തിനുള്ള വളരെ ശക്തമായൊരു മറുപടിയാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരമെന്താണെന്നറിയോ? നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ, അതായത് നമ്മുടെ ഐഡന്റിറ്റിയിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മുടെ ആ പഴയ സ്വഭാവം മരിച്ചു. നമ്മളൊരു പുതിയ ആളായി മാറുകയാണ്. ഇത് വെറുതെ പുറമേ കാണുന്നൊരു മാറ്റമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു സമ്പൂർണ്ണ പരിവർത്തനമാണ്. പൗലോസ് ഇവിടെ സ്നാനത്തെപ്പറ്റി പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വെറും ചടങ്ങായിട്ടല്ല അതിനെ കാണുന്നത്. അതിലും എത്രയോ ആഴത്തിലുള്ളൊരു സത്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. യേശുവിൻ്റെ മരണത്തിലും ഉയിർപ്പിലും നമ്മളും പങ്കാളികളാകുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ കഥയുടെ തന്നെ ഒരു ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഈ ആത്മീയമായ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആ പഴയ പാവസ്വഭാവമല്ലേ, അത് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. രണ്ടാമത്, സ്നാനത്തിലൂടെ നമ്മൾ അവനോടൊപ്പം അടക്കപ്പെട്ടു. അതായത് പാപത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വേർപെട്ടു. പിന്നെ മൂന്നാമതായി, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും ഒരു പുതിയ ജീവിതം നയിക്കാൻ വേണ്ടി ഉയർപ്പിക്കപ്പെട്ടു. കണ്ടോ, അതാണ് ആ ഒരു പ്രക്രിയ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താ? 7-ാം വാക്യം അത് ലളിതമായിട്ട് പറയുന്നുണ്ട്. മരിച്ചുപോയ ഒരാൾക്ക് പിന്നെ പാപത്തിൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. ക്രിസ്തുവിൽ മരിച്ച് നമ്മളെ നിയന്ത്രിക്കാനുള്ള പാപത്തിൻ്റെ അശക്തി അങ്ങ് പോയിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. ശരി, അപ്പോൾ ക്രിസ്തുവിനോട് നമ്മൾ ഒന്നായി എന്നുള്ളത് ഒരു വലിയ സത്യമാണ്, സമ്മതിച്ചു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്, അല്ലേ? ഈ ഒരു സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ ദിവസവും എങ്ങനെ ജീവിക്കാൻ പറ്റും? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ വാക്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാപത്തിന് മരിച്ചവരും ക്രിസ്തുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരുമാണെന്ന് എണ്ണുവിൻ. എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ? അത് വെറുതെ ഒരു കള്ളം വിശ്വസിക്കലല്ല, മറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്ന ആ സത്യത്തെ നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് അങ്ങ് അംഗീകരിക്കുക. എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണിത്. എൻ്റെ പഴയ ജീവിതം കഴിഞ്ഞു, ഞാനിപ്പോൾ ദൈവത്തിനാണ് ജീവിക്കുന്നത്. ഓക്കേ, അപ്പോൾ ഈയൊരു വലിയ ദൈവശാസ്ത്രപരമായ സത്യം നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ തീരുമാനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്കത് നോക്കിയാലോ. 13-ാമത്തെ വാക്യം നമ്മുടെ മുന്നിൽ ഒരു തിരഞ്ഞെടുപ്പ് വെക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നമ്മുടെ കണ്ണ്, കൈകൾ, നാവ്, നമ്മുടെ ചിന്തകൾ പോലും, ഇതിനെയെല്ലാം നമുക്ക് പാപം ചെയ്യാനുള്ള ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് നീതിയുടെ ഉപകരണങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിക്കാം. ആ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നമ്മുടേതാണ്. ഇനി പൗലോസ് വളരെ ശക്തമായ ഒരു ഉദാഹരണമാണ് ഉപയോഗിക്കുന്നത്: അടിമത്തം. കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് വാക്കാണെന്ന് തോന്നാം, പക്ഷേ നമ്മുടെ ഈ പുതിയ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് സേവിക്കുന്നത് എന്നൊരു തിരഞ്ഞെടുപ്പാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണത്. ഇവിടെ ഈ 2 വഴികളെയും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഒന്ന് പാപത്തിന്റെ അടിമത്വം, മറ്റൊന്ന് നീതിയുടെ അടിമത്വം. നമ്മൾ പാപത്തിനടിമയായിരുന്നപ്പോൾ നമ്മുടെ ശരീരത്തെ അശുദ്ധിക്കും അധർമ്മത്തിനും വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതിന്റെ അവസാനം എന്താ? മരണം. പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിന്റെ ഫലം വിശുദ്ധീകരണവും അവസാനം നിത്യജീവനുമാണ്. കണ്ടോ ആ വ്യത്യാസം? 17-ാം വാക്യത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവ് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഒരു കാലത്ത് പാപത്തിന്റെ അടിമകളായിരുന്നു, ശരിയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കേട്ട ആ ഉപദേശത്തെ, ആ സത്യത്തെ വെറുതെ തലകൊണ്ട് മാത്രം കേൾക്കുകയല്ല ചെയ്തത്, മറിച്ച് ഹൃദയം കൊണ്ട് അനുസരിച്ചു. ആ ഒരു ആത്മാർത്ഥമായ അനുസരണമാണ് യഥാർത്ഥ മാറ്റം കൊണ്ടുവന്നത്. അതോടെ നമ്മളൊരു പുതിയ യജമാനന്റെ കീഴിൽ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെന്ന് പറയുന്നു, എന്നിട്ട് നേരെ നീതിയുടെ ദാസന്മാരായി എന്നും പറയുന്നു. ഇതൊരു വിരോധാഭാസം പോലെ തോന്നാം, അല്ലേ? പക്ഷേ സത്യം അതല്ല. പാപത്തിൽ നിന്നുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ സ്വമനസാലെ നീതിയുടെ ദാസനായി മാറുമ്പോഴാണ്. ഇത് നമ്മളെ കെട്ടിയിടുന്നൊരു അടിമത്തമല്ല,
മറിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സ്വതന്ത്രരാക്കുന്ന ഒരു പുതിയ തരം സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്കെത്തി. ഈ രണ്ട് വഴികളും രണ്ട് ജീവിത രീതികളും എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? അതിന്റെ അന്തിമ ഫലം എന്താണ്? കാരണം നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും നമ്മളെ ഏതെങ്കിലും ഒരിടത്തെത്തിക്കും, അല്ലേ? ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പും നമ്മളെ ഒരിടത്തേക്ക് നയിക്കും. ആ രണ്ട് വഴികളുടെയും അവസാനം എന്താണെന്ന് നമുക്ക് നോക്കാം. റോമർ 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ വാക്യങ്ങളിലൊന്നാണ്. അത് കാര്യങ്ങൾ വളരെ ലളിതമാക്കുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാവത്തിന്റെ ശമ്പളം അത് മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവൻ. ഒന്ന് ശമ്പളം, മറ്റൊന്ന് ദാനം. എത്ര വലിയ വ്യത്യാസമാണെന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു ശമ്പളമല്ല, ഒരിക്കലുമല്ല. അതൊരു സമ്മാനമാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടുന്ന പൂർണ്ണമായും സൗജന്യമായ ഒരു സമ്മാനം. നമ്മളത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ദൈവം തന്റെ സ്നേഹം കൊണ്ട് അത് നമുക്ക് സൗജന്യമായി തരികയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണ്, അല്ലേ? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ മോചിതരായി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ജീവിതം, നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾ, നിങ്ങളുടെ ശരീരം, ഇതെല്ലാം ആരെ സേവിക്കാൻ വേണ്ടിയാണ് നിങ്ങളിനി ഉപയോഗിക്കാൻ പോകുന്നത്? റോമർ 6-ാം അധ്യായം നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതുതന്നെയാണ്.